കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വെച്ചു. തുരങ്കമാണിത്. അതെ, ഇവിടുത്തെ തുരങ്കം. ചിന്നക്കടയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേറൊരു വഴിയുണ്ട്. എല്ലാവരും പോകുന്ന വഴിയല്ലാതെ ഒരു വഴിയുണ്ട്. നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകും. ചിന്നക്കടയിലെ നമ്മളെ ഇന്നലത്തെ വ്ലോഗിൽ നിങ്ങൾ കണ്ടത് ചിന്നക്കടയിലെ അപ്പുറത്തെ സൈഡാണ് കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചു തരുന്നത്. ചിന്നക്കടയിലെ ഓപ്പോസിറ്റ് സൈഡാണ് റെയിൽവേ സ്റ്റേഷനിലെ എളുപ്പ വഴി. ചിന്നക്കടയിലുള്ളവർക്ക് എളുപ്പത്തിലൂടെ പോയി തിരിച്ചു വരാൻ പറ്റുന്ന വഴിയാണ് നമ്മൾ കാണിച്ചിരുന്നത്. സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ ഓഫീസാണ്. ഓഫീസ് ഇത് എന്താണെന്ന് അറിയത്തില്ല. കുറച്ച് കെട്ടിയിട്ടു ചീഫ് ഇത് വായിച്ചത് ചീഫ് ഗുഡ് സൂപ്പർവൈസറുടെ കാര്യാലയം. അതാണ്. ഇപ്പൊ ഇവിടെ ആൾക്കാരില്ലെന്ന് തോന്നുന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഭയങ്കര സമാധാനമായിട്ട് നമുക്ക് നടക്കാം. ബാക്ക് സൈഡ് വഴിയാണ് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന. സത്യത്തിൽ ഞങ്ങൾ ബസ്സിൽ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം റിസ്ക് എടുത്ത് ഈ വ്ലോഗ് ചെയ്യുകയാണ്. ചിന്നക്കടയിൽ ഇത് കണക്കത്തെ പല പല സ്ഥലങ്ങളും ഹിഡൻ സ്ഥലങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കുറച്ച് അടച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്തോത്തിനാ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഓരോരോ ബിൽഡിംഗ് ആണ്. ഇതുപോലെ ഒഴിച്ചിട്ടിരിക്കുന്ന ബിൽഡിങ്ങും ഉണ്ട്. നേരെ നോക്കിയാൽ ട്രെയിൻ വരുന്നത് കാണാൻ പറ്റും. ലൈറ്റ് സൗണ്ട് നിങ്ങൾക്ക് ഈ വ്ലോഗിൻ്റെ ഇടയിൽ കേൾക്കാൻ പറ്റും. നമ്മൾ വന്ന വഴിയാണ്. ഏത് ട്രെയിനാണ് പോകുന്നത് പറയാൻ വയ്യ. ഇതിപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുന്ന ബിൽഡിംഗ് ആണത്. ഇതാ അതല്ലേ പണി നടക്കുന്നത്? അതാണ് പണി നടക്കുന്നത്. ഇത് ആക്ച്വലി പാർക്കിംഗ് ആണ്. നമ്മൾ ഒരു ദിവസം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ, അതിൻ്റെ അകത്ത് വരെ പോയി നമുക്ക് വ്ലോഗ് ചെയ്യാം. റെയിൽവേ സ്റ്റേഷൻ എത്തിയില്ലേ? Bye guys, we are leaving. See you in the next vlog.